ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദാരിയസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ള ചില കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ട് തന്നെ കേട്ടോ. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോ കണ്ടിട്ട് വരാം. അപ്പോൾ ഫസ്റ്റ് ടിപ്പിനായിട്ട് ഞാൻ 2 വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കറികൾക്കും അതേപോലെ ഫ്രൈയിലേക്കൊക്കെ നമ്മൾക്ക് വലിയ ഉള്ളി ആവശ്യമാണല്ലോ. അപ്പോൾ നമ്മൾ വലിയ ഉള്ളി തോലൊക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്തെടുക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഈ ഒരു ഉള്ളിൻ്റെ നടുഭാഗം ഉണ്ടല്ലോ, ഈ സെൻട്രൽ പാർട്ട്, ഇത് നമുക്ക് ഒരു ചുണ്ടുള്ള കത്തി എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഇങ്ങനെ ചുഴുന്നെടുത്തിട്ട് ഒഴിവാക്കി കളയട്ടോ. അപ്പോൾ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കത് എടുത്തു മാറ്റാനായിട്ട് പറ്റും. അതെല്ലാം നമ്മൾ ഇതേ രീതിയിലാണല്ലോ കട്ട് ചെയ്തെടുക്കുക. നമ്മൾ ഉള്ളി തോലൊക്കെ കളഞ്ഞ് കഴുകിയിട്ട് നടു കട്ട് ചെയ്യും. നടു കട്ട് ചെയ്തതിന് ശേഷം ഇതേ രീതിയിലാണല്ലോ നമ്മൾ ആ ഒരു സെൻട്രൽ പാർട്ട് കട്ട് ചെയ്ത് ഒഴിവാക്കുക. അപ്പോൾ ഇനി അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ കട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ ഇതേപോലെ ഒന്ന് റൗണ്ട് ചെയ്തതിന് ശേഷം അത് ഒഴിവാക്കി കളഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ വേഗത്തിൽ നമുക്കത് ഒഴിവാക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക. ആ ഒരു നടുഭാഗം നമ്മൾ കറിയിലൊക്കെ ആയിപ്പോയി കഴിഞ്ഞാൽ കറിക്കൊരു ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെ അത് ഒഴിവാക്കുകയാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു കുഞ്ഞു ടിപ്പ് ചെയ്യാൻ മറക്കല്ലേ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അടുത്ത ടിപ്പിനായിട്ട് ഞാനൊരു പാത്രത്തിലോട്ടേക്ക് കുറച്ച് ഉജാലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഉജാല എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുമല്ലോ. നമ്മൾ സാധാരണ വെള്ള തുണികളിലൊക്കെ നിറം കൂട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ ഉജാല ഉപയോഗിക്കുക അല്ലേ. ഇപ്പോൾ ഈ ഒരു കുഞ്ഞു ടിപ്പിനായിട്ട് നമുക്ക് ഉജാല ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു പാത്രത്തിലോട്ടേക്ക് ഉജാല ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഉജാലയും വെളിച്ചെണ്ണയും നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഒരു സ്പൂണോ അല്ലെങ്കിൽ ഒരു കമ്പോ എന്തെങ്കിലും വെച്ചിട്ട് ഇതേപോലെ നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. വേഗത്തിൽ തന്നെ അത് മിക്സായി കിട്ടും. ഇനി ഇതാണ് നമ്മുടെ ഒരു ബെസ്റ്റ് സൊല്യൂഷൻ കേട്ടോ. ഈ ഒരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ക്ലീൻ ആക്കിയിട്ട് നമുക്ക് തിളക്കമുള്ളതാക്കി കിട്ടാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ സ്പൂൺ വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല വൃത്തിയുള്ള കോട്ടൻ്റെ ഒരു തുണി എടുക്കട്ടോ. എന്നിട്ട് ആ ഒരു തുമ്പ് ഭാഗം, ഒരു തുണീൻ്റെ ഒരു ചെറിയൊരു കുഞ്ഞു ഭാഗം ഈ ഒരു സൊല്യൂഷനിൽ നമുക്ക് ഇതേപോലെ ഒന്ന് മുക്കിയെടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ വീട്ടിലുള്ള മരത്തടികളൊക്കെ ഉണ്ടാവുമല്ലോ, മരത്തിൻ്റെ ഫർണിച്ചറുകൾ, അതേപോലെ ഡോറുകൾ, ചെയറുകൾ എല്ലാം നമുക്ക് ആഴ്ചയിലോ അല്ലെങ്കിൽ മാസത്തിലോ ഇതേ രീതിയിൽ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഡോറുകളിലെ കൊത്തുപണികളുടെയൊക്കെ ഇടയിലൊക്കെ നല്ല രീതിയിൽ തന്നെ പൊടിയും അഴുക്കൊക്കെ ഉണ്ടാവും. 8 കാലി കൂടിയിട്ടുണ്ടാവും. അതേപോലെ ഒരു മങ്ങലൊക്കെ ഉണ്ടാവും ഈ ഒരു ഡോറുകളുടെ സൈഡിലൊക്കെ. ഇപ്പം നല്ല പൊടി പാർന്ന സീസൺ ആയതുകൊണ്ടിട്ട് റോഡിൻ്റെ അരികവശത്തുള്ള വീടൊക്കെ ആകുമ്പം എന്തായാലും നല്ല രീതിയിൽ തന്നെ പൊടി ഉണ്ടാവും. വാഹനങ്ങളൊക്കെ പോകുന്ന സമയത്തുള്ള ആ ഒരു പൊടിയും എല്ലാം ഉണ്ടാവും. മെയിൻ ഡോറിലായിരിക്കും അത് മുഴുവനായിട്ടും ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുക. അപ്പോൾ നമുക്ക് മാസത്തിൽ ഒരു തവണ ഇതേ രീതിയിലൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കട്ടോ. എത്ര മങ്ങിയിട്ടുള്ള ഫർണിച്ചറുകളായാലും നമുക്ക് നല്ല രീതിയിൽ തന്നെ അത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പം നമ്മളിതിൽ വെളിച്ചെണ്ണയും ഉജാലയും ആണല്ലോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നല്ലൊരു ഗ്ലൈസിങ് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ തുടച്ചൊരു ഭാഗം കണ്ടില്ലേ, ഈ ഒരു ഭാഗം ഞാൻ തുടച്ചിട്ടുള്ളൂ. അപ്പോൾ നല്ല വ്യത്യാസം നിങ്ങൾ വീഡിയോയിൽ തന്നെ കാണുന്നുണ്ടാവുമല്ലോ. നല്ല വ്യത്യാസമുണ്ട് ഈ ഒരു തുടച്ചിട്ടുള്ള ഭാഗം കേട്ടോ. അപ്പോൾ തുടയ്ക്കാത്ത ഭാഗം വേഗത്തിൽ തന്നെ അത് കാണാനും പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള ഫർണിച്ചറുകളും അതേപോലെ തന്നെ മരത്തിൻ്റെ ചെയറുകൾ, അതേപോലെ കട്ടില്, അൽമാര, ഡോറുകളെല്ലാം നമുക്ക് ഈ ഒരു രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീനായി കിട്ടും ചെയ്യും. നല്ല രീതിയിൽ തന്നെ പുത്തനായി കിട്ടും കേട്ടോ. എത്ര പഴക്കമുള്ള ഫർണിച്ചർ ആയാലും മാസത്തിൽ ഒരു തവണ ഇതേ രീതിയിൽ നമ്മൾ തുടയ്ക്കുന്ന സമയത്ത് നല്ലൊരു ഗ്ലേസിങ് ഉണ്ടാവും കേട്ടോ. നമ്മുടെ ഫർണിച്ചറുകൾക്കൊക്കെ നല്ലൊരു ഗ്ലേസിങ് ഉണ്ടാവും. ആ പൊടിയും പറ്റി പിടിച്ചിട്ടുള്ള പൊടിയും അഴുക്കും എല്ലാം പോയിട്ടും നല്ല രീതിയിൽ തന്നെ ക്ലീനായി കിട്ടാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ കൂടുതലൊന്നും വേണ്ട കേട്ടോ. കുറച്ച് ഉജാലയും കുറച്ച് വെളിച്ചെണ്ണയും മാത്രം മതി. നമ്മുടെ വീട്ടിലുള്ള 2 ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടാണ് ഞാൻ ഇത്രയും ഫർണിച്ചറുകളും ഡോറുകളും എല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കൂടുതലൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. കുറഞ്ഞ 2 ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി ഇതെല്ലാം നല്ല രീതിയിൽ തന്നെ വെട്ടിത്തിളക്കമുള്ളതായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഇതേ രീതിയിൽ ചെയ്ത് നോക്കുക. നല്ല ഉപകാരപ്രദമായിട്ടുള്ള ടിപ്പ് തന്നെയാണിട്ടത്.
ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളത് കൊണ്ടിട്ടാണ് ഈ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അടുത്ത ടിപ്പിനായിട്ട് ഇതാ ഞാൻ കുറച്ച് പപ്പടമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പം നമ്മളെല്ലാവരും പപ്പടം ഉപയോഗിക്കുന്നവരാണല്ലോ. ചിലർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും പപ്പടം. ചോറ് കഴിക്കുന്ന സമയത്ത് പപ്പടം ഇല്ലാതെ ചോറ് ഇറങ്ങാത്ത ഒരുപാട് പേരുണ്ട് അല്ലേ. അപ്പം നമ്മൾ പപ്പടം പൊരിക്കുന്ന സമയത്ത് ഇനി ഇതേ രീതിയിലൊന്ന് പൊരിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ അതാ ഞാനൊരു ചീനച്ചട്ടി അടുപ്പിലോട്ടേക്ക് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ വെളിച്ചെണ്ണ നല്ല രീതിയിൽ തന്നെ ചൂടാവുന്ന സമയത്ത് ഇതേപോലെ ഒരു ഫോർക്ക് എടുത്തിട്ട് ഇതേപോലെ ഒന്നും പപ്പടം വെച്ച് കൊടുക്കുക കേട്ടോ. ഈ ഒരു ഫോർക്കിൻ്റെ വീഡിയോയിൽ കാണുന്നുണ്ടല്ലോ, ഈ ഒരു രണ്ട് ഫോർക്കിന് ഇതേപോലെ 4 ഇങ്ങനെ പല്ലുകളാണല്ലോ. ഈ ഒരു 2 പല്ലുകളുടെ ഇടയിൽ ഇതേപോലെ പപ്പടം ഒന്ന് ഇതേ രീതിയിലൊന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് നല്ല തിളച്ച വെളിച്ചെണ്ണയിലോട്ടൊക്കെ ഇതേപോലെ ഒന്ന് കുത്തി വെച്ച് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ കുത്തി വെക്കുന്ന സമയത്ത് പപ്പടം നല്ല രീതിയിൽ തന്നെ പൊങ്ങി വരും ചെയ്യും. പിന്നെ നമുക്ക് പപ്പടക്കോലിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇതേപോലെ ഇങ്ങനെ തിരിച്ചു മറിച്ചിട്ട് കൊടുത്താൽ മതി. നമുക്ക് പെട്ടെന്ന് തന്നെ അതിൽ നിന്നും ഇങ്ങനെ കോരിയെടുക്കാനായിട്ട് പറ്റും ചെയ്യും കേട്ടോ. ഈ ഒരു ഫോർക്കിൽ ഇതേപോലെ കുത്തി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ പപ്പടം എല്ലാ വശവും നമുക്ക് ഈ ഒരു വെളിച്ചെണ്ണയിലോട്ടേക്ക് ഇങ്ങനെ മുങ്ങിക്കിടക്കാൻ വിധം ആയിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ പപ്പടം കുക്കായി കിട്ടിയിട്ടുമുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കാൻ മറക്കരുത്. കുഞ്ഞു ടിപ്പ് തന്നെയാണ് കേട്ടോ. അത് നമുക്ക് വേഗത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള കുഞ്ഞു ടിപ്പാണ്. അപ്പോൾ ഇതാ ഫോർക്ക് എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുമല്ലോ. ഈ ഒരു ഫോർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് എത്ര പപ്പടം വേണമെങ്കിലും അനായാസം നമുക്ക് പെട്ടെന്ന് നമുക്ക് പൊരിച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും ഇതേ രീതിയിലേക്കൊന്ന് ചെയ്ത് നോക്കാൻ മറക്കരുത്. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം. അടുത്ത ടിപ്പിനായിട്ട് ഇതാ ഞങ്ങൾക്ക് ഒരു പുട്ടും കൂടമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളെല്ലാവരും പുട്ട് ചുടുന്നവരാണല്ലോ. അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റീലിൻ്റെ പുട്ടും കൂടെ ആകുമ്പോൾ നമുക്ക് വെള്ളം കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ഇതാ കണ്ടില്ലേ, ഇപ്പം നല്ല രീതിയിൽ തന്നെ ഇത് വെള്ളം ഇല്ലാതെ ഇങ്ങനെ അടുക്കി പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ കളറ്, ഈ ഒരു പുട്ടും കൂടത്തിൻ്റെ കളറ് കണ്ടില്ലേ, നല്ല രീതിയിൽ തന്നെ വെള്ളമൊന്നും ഇല്ലാതെ ഇങ്ങനെ അടുക്കി പിടിച്ചിട്ടുള്ള കളറാണ് കേട്ടോ അത്. അപ്പോൾ നമ്മൾ പുട്ട് ചുടുന്ന സമയത്ത് ഈ ഒരു കുടത്തിലേക്ക് ഇതേപോലെ ചെറുനാരങ്ങ പിഴിഞ്ഞിട്ടുള്ള ആ ഒരു തുണ്ടുണ്ടല്ലോ, ആ ഒരു തുണ്ട് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. അതേപോലെ 2 തുണ്ട് ഞാനിതിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് വെള്ളം ഒഴിക്കുക. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് പുട്ട് ചുടുക കേട്ടോ. അങ്ങനെ പുട്ടിടുന്ന സമയത്ത് എത്ര വെള്ളമില്ലെങ്കിലും പുട്ടും കൂടം കറ പിടിക്കൂല, തുരുമ്പെടുക്കൂല, ഒന്നും ചെയ്യില്ല കേട്ടോ. നല്ല ക്ലീൻ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതേ രീതിയിൽ നമ്മളെല്ലാവരും ഒന്ന് പുട്ട് ചുടുന്ന സമയത്ത് നാരങ്ങയോ അതേപോലെ നാരങ്ങേൻ്റെ തുണ്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതേപോലെ ഒരു പീസ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ പുട്ട് ചുടുക കേട്ടോ. എന്നാൽ ഒരിക്കലും നമുക്ക് ആ ഒരു പുട്ടും കൂടത്തിന് കറ വരില്ല കേട്ടോ. നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആയി കിട്ടും കേട്ടോ പുട്ടും കൂടം. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക. പിന്നെ വെള്ളമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അറിയാനായിട്ട് പറ്റും ചെയ്യും കേട്ടോ. ഇങ്ങനെ ഒരു തുണ്ട് ഇട്ട് കൊടുക്കുന്നത് കൊണ്ടിട്ട് വെള്ളമില്ലെങ്കിലും നമുക്ക് വേഗം അറിയും ആ ഒരു സ്മെല്ല് കൊണ്ടിട്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊന്നും കറ പിടിക്കൂല. 2 ഉപകാരമാണ് കേട്ടോ നമ്മൾ ഈ ഒരു തുണ്ട് ഇട്ട് കൊടുക്കുന്നത് കൊണ്ടിട്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു ടിപ്പ് നിങ്ങൾ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അടുത്ത ടിപ്പിനായിട്ട് ഇതാ ഞാൻ നമ്മുടെ വീട്ടിലെ സ്വിച്ച് ബോർഡുകളൊക്കെ നല്ല രീതിയിൽ തന്നെ അഴുക്കൊക്കെ ഉണ്ടാവുമല്ലോ. നമ്മൾ പല കൈ കൊണ്ടും ഇങ്ങനെ സ്വിച്ച് ഇടുന്ന സമയത്ത്, പ്രത്യേകിച്ച് നമ്മൾ കിച്ചണിലൊക്കെ പണി ഉണ്ടാകുമ്പോൾ നമ്മൾ വേഗത്തിൽ തന്നെ പോയിട്ട് ഇങ്ങനെ സ്വിച്ച് ഇടല്ലോ. അങ്ങനെ സ്വിച്ച് ഇടുന്നത് കൊണ്ടിട്ട് നമ്മുടെ സ്വിച്ച് ബോർഡിലൊക്കെ ഭയങ്കരമായിട്ട് കറയും അതേപോലെ നമ്മുടെ കയ്യിലുള്ള ആ ഒരു അഴുക്കും മെഴുക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്കതെല്ലാം പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു കോട്ടൻ്റെ തുണി എടുക്കുക, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആക്കി കൊടുക്കുക കേട്ടോ. അതിന് ശേഷം നമുക്ക് സ്വിച്ച് ബോർഡെല്ലാം നല്ല രീതിയിൽ തന്നെ ഒന്ന് തുടച്ചെടുത്താൽ മതി കേട്ടോ. ഈ ഒരു വെളിച്ചെണ്ണ ഉള്ളത് കൊണ്ടിട്ട് വേഗത്തിൽ തന്നെ നമുക്കതിൻ്റെ മുകളിലുള്ള എല്ലാ അഴുക്കും മെഴുക്കും എല്ലാം നല്ല ക്ലീനായി കിട്ടാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേ രീതിയിൽ തുടയ്ക്കുന്ന സമയത്ത് നമ്മുടെ സ്വിച്ചുകളെല്ലാം ഓഫ് ചെയ്യുക, മെയിൻ ഓഫ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷമായിരിക്കണം കേട്ടോ നമ്മൾ കറണ്ടായിട്ട് കളിക്കാൻ. അപ്പോൾ ഈ ഒരു സ്വിച്ച് ബോർഡ് നല്ല രീതിയിൽ തന്നെ വെളിച്ചെണ്ണ തുണിയിലോട്ടേക്ക് ആക്കിയിട്ട് ഇതേപോലെ ഒന്ന് തുടച്ചു കൊടുക്കുക. ഒന്നുകിൽ ടിഷ്യൂ പേപ്പർ എടുക്കുക, അല്ലെങ്കിൽ ഒരു വൈറ്റ് കോട്ടൻ്റെ തുണി എടുക്കുക കേട്ടോ. ഇതേ രീതിയിൽ നമ്മൾ എല്ലാ ഭാഗത്തും ഒന്ന് തുടച്ചെടുക്കുക. നല്ല രീതിയിൽ തന്നെ നമുക്ക് ആ ഒരു സ്വിച്ച് ബോർഡ് നല്ല ക്ലീൻ ആയി കിട്ടും കേട്ടോ. അതിൻ്റെ മുകളിലുള്ള എന്തൊരു അഴുക്കും മെഴുക്കും പൊടികളും എല്ലാം പോയിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീനായി കിട്ടാനായിട്ട് പറ്റും കേട്ടോ. അതുപോലെ തന്നെ വൈറ്റ് സ്വിച്ച് ബോർഡൊക്കെ ആണെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ കുറച്ച് പേസ്റ്റ്, ഗോൾഗേറ്റിൻ്റെ പേസ്റ്റ് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ.
കുറച്ച് പേസ്റ്റ് ബ്രഷിലാക്കിയിട്ട് ഇതേപോലെ ഒന്ന് തുടച്ചെടുത്താലും മതി കേട്ടോ. എന്നാലും നല്ല ക്ലീൻ ആയിരിക്കും. ഞാനിപ്പോൾ വെളിച്ചെണ്ണ വെച്ചിട്ടാണ് ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നല്ലൊരു ഗ്ലൈസിങ് ഉണ്ടാവും, എല്ലാം നല്ല ക്ലീനായി കിട്ടും ചെയ്യും കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു കുഞ്ഞു ടിപ്പൊന്ന് ചെയ്തെടുക്കാൻ മറക്കല്ലേ. അപ്പോൾ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ കേട്ടോ. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഉപകാരപ്രദമാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഉപകാരപ്രദമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിലൂടെ എന്നെ എഴുതി അറിയിക്കാനും കൂടെ മറക്കല്ലേ. പിന്നെ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും പുതിയ ടിപ്സുകളൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീട്ടിൽ നാളെ കാണാം. ഇൻഷാ അല്ലാ. താങ്ക് യു.